ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായൊരു ദിവസമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ കുടുംബജീവിതം എപ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരം ആയിരിക്കണം, അടിസ്ഥാനമായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം ഹോപ്പ് ചാനലിലൂടെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കുടുംബജീവിതം ഇപ്പോൾ അതിമനോഹരമായിട്ടും മധുരമായിട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഒട്ടേറെ നമുക്ക് ലഭിച്ചു അല്ലേ? കഴിഞ്ഞ കുറേ സർമൺ അല്ലെങ്കിൽ കുറേ പ്രസംഗത്തിലൂടെ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമായിട്ടും സംതൃപ്തികരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും വെളിച്ച രീതിയിലൂടെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നിന്ദാപാത്രമാകാതെ മറ്റുള്ളവർ നമ്മളെ കണ്ട് അവരുടെ കുടുംബജീവിതവും ഇപ്രകാരമായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വചനങ്ങൾ നമുക്ക് ലഭിച്ചു. ഇനി നാം അത് ജീവിതത്തിൽ പകർത്തിയാൽ മതി. എത്ര പേർ അത് പകർത്തുവാൻ ആഗ്രഹിച്ചു? അല്ലെങ്കിൽ എത്ര പേർ അത് പകർത്തുവാൻ തുടങ്ങി? എത്ര പേർ അത് നേരത്തെ പകർത്തി കഴിഞ്ഞു? എൻ്റെ ജീവിതം ഈ വചനപ്രകാരമെല്ലാം നന്നായിരിക്കുന്നു എന്ന് എത്ര പേർ ചിന്തിക്കുന്നു? ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള വചനമാണ് വരുന്നത്. ഏതൊരു വചനമാണ് ജീവിതത്തിൽ വരുമ്പോൾ ഈ വചനപ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. രണ്ടാമത്, ഈ വചനം എന്താണ് പറയുന്നത്, നമുക്ക് ഏത് തെറ്റുകളുണ്ട് എന്ന് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ കാര്യം, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ, അത് ഈ വചനപ്രകാരം ഞാൻ ജീവിക്കുന്നു എന്നതിനുള്ള സംതൃപ്തി നൽകുവാൻ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച വചനങ്ങൾ, അതിൻ പ്രകാരം ജീവിച്ച് ഞാൻ സന്തോഷം നേടുന്നു എന്ന് പറയുന്ന എല്ലാ കുടുംബങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം അധികമായിട്ട് ഉണ്ടായിരിക്കട്ടെ. ഇവിടെ പലപ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എൻ്റെ ചില കൂട്ടുകാരന്മാരുണ്ട്, അവരുടെ ചിന്താഗതി എന്നെ ആരും ഇഷ്ടപ്പെടേണ്ട, ഞാൻ ഇങ്ങനെ എല്ലാം അങ്ങ് ജീവിച്ചാൽ മതി. 100%-ൽ 99% ആൾക്കാരും എന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുന്നവരാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ അണിയുന്ന വസ്ത്രം, അവരുടെ ഭാവങ്ങൾ, അവരുടെ പ്രവൃത്തികളെല്ലാം മറ്റുള്ളവർ ഇഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് മറ്റുള്ളവരെ നോക്കണം, നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. ഭർത്താവ് പലപ്പോഴും ചിന്തിക്കും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരെ കാണുവാൻ സാധിക്കും. ഭാര്യ ചിന്തിക്കും, ഞാൻ കുക്ക് ചെയ്യുന്ന, ഞാൻ പാചകം ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന ആഹാര രീതികളും, ഞാൻ അണിയുന്ന വസ്ത്രവും അതുപോലെ എൻ്റെ മേക്കപ്പുമെല്ലാം ഞാൻ ഇട്ട് വരുമ്പോൾ എൻ്റെ സൗന്ദര്യമെല്ലാം എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഭാര്യമാണ്. അതുപോലെ മാതാപിതാക്കൾ ചിന്തിക്കും, നാം എന്ത് തന്നെ പ്രവർത്തിച്ചിരുന്നാലും എൻ്റെ മക്കൾക്ക് അത് ഇഷ്ടപ്പെടണം. മക്കൾ ചിന്തിക്കും, ഞാൻ എന്ത് തന്നെ ചെയ്തിരുന്നാലും എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടണം. ഇവിടെ എന്നെ ഇഷ്ടമില്ല എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഭർത്താവ് ചിന്തിക്കും, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ തീരെ ഇഷ്ടമില്ല. ഭാര്യ ചിന്തിക്കും, എൻ്റെ ഭർത്താവിനും മക്കൾക്കും എന്നെ തീരെ ഇഷ്ടമില്ല. മാതാപിതാക്കൾ ചിന്തിക്കും, എൻ്റെ മക്കൾക്ക് എന്നെ തീരെ ഇഷ്ടമില്ല. മക്കൾ ചിന്തിക്കും, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ തീരെ ഇഷ്ടമില്ല എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ നിങ്ങൾക്ക് അപ്രകാരമുള്ള ഒരു അനുഭവം വരുമ്പോൾ നിങ്ങൾ എപ്രകാരം ജീവിക്കുവാൻ സാധിക്കും? എപ്രകാരം മറ്റുള്ളവരുടെ ഇഷ്ടം നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരുവാനും നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുവാനും മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾ മാന്യമാകുവാൻ എപ്രകാരം സാധിക്കും? പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ വഴക്ക് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നീ ജനിച്ച അന്ന് മുതലാണ് പ്രശ്നം, നീ ജനിച്ച അന്ന് മുതൽ ഈ കുടുംബത്തിൽ പ്രശ്നമാണ് എന്ന് പല മാതാപിതാക്കളും മക്കളെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല, ദൈവം സഹായിച്ചു. അതിനാൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഞാനിപ്പോൾ ഓർക്കുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയും ഞാൻ ഓർക്കുകയാണ്. ഇവിടെ മാതാപിതാക്കൾ, എൻ്റെ കൂട്ടുകാരൻ്റെ മാതാപിതാക്കൾ കൂട്ടുകാരനെ കുറിച്ച് അപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നീ ജനിച്ചതാണ് ഈ കുടുംബത്തിൽ വലിയ പ്രശ്നമെന്ന്. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്കൊരു ശാപമായി തീരാതെ മറ്റുള്ളവർ നമ്മളെ ശാപമായി കാണുമ്പോൾ, രണ്ട് കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് നമ്മൾ ശാപമായി തീരാതെയും മറ്റുള്ളവർ നമ്മളെ ശാപമായി കാണുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
എന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ കുടുംബത്തിൽ ഇന്ന വ്യക്തി ശാപം ആണ് എന്ന് ചിന്തിച്ച അനേക വ്യക്തികളെ കുറിച്ചും ശാപമാണ് എന്ന് പുറന്തള്ളപ്പെട്ട അനേക ദൈവദാസന്മാരെ കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒരു വ്യക്തിയാണ് യബേസ്. യബേസ് എന്ന് പറഞ്ഞാൽ ആ യബേസിൻ്റെ പേരിൻ്റെ അർത്ഥം പെയിൻ അല്ലെങ്കിൽ വേദന എന്നാണ്. ആരുടെയെങ്കിലും പേര് അങ്ങനെ അർത്ഥപ്പെടുന്നുണ്ടോ? ഇവിടെ ശാന്തം എന്ന് പറയുന്ന ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ സ്വഭാവമെല്ലാം ശാന്തമായിരിക്കും അല്ലേ? ഒരു വഴക്ക് വരണം അവരുടെ ശാന്തമായിട്ടുള്ള സ്വഭാവം കാണണമെങ്കിൽ. അതുപോലെ തന്നെ ഏതെങ്കിലും മാതാപിതാക്കൾ മക്കൾക്ക് വേദന എന്ന് അർത്ഥമുള്ള പേര് ഇടുമോ? ഇവിടെ യബേസ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ആ മാതാവിട്ട പേരാണ് പെയിൻ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ പറയുകയാണ്, യബേസ് തൻ്റെ സഹോദരന്മാരെക്കാളും ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടുകൂടെ പ്രസവിച്ചതുകൊണ്ട് അവന് യബേസ് എന്ന് പേരിട്ടു. അവൻ്റെ അമ്മ തന്നെ പറയുകയാണ്, സ്വന്തം കുഞ്ഞിനെ മാതാവ് തന്നെ പറയുകയാണ്, ഇവൻ എന്ന് മുതൽ ജനിച്ചോ അല്ലെങ്കിൽ ഇവൻ്റെ തല എന്ന് ഈ കുടുംബത്തിൽ കണ്ടോ. സാധാരണ മലയാളികൾ പറയുന്ന ഒരു വാക്കാണത്. ഇവൻ്റെ തല എന്ന് ഈ കുടുംബത്തിൽ കണ്ടോ, അതാണ് നമുക്ക് ശാപം തുടങ്ങിയത്. അതുപോലെയാണ് ഈ മാതാവും യബേസിനെ കുറിച്ച് പറയുന്നത്. ഇവൻ എന്ന് ഈ കുടുംബത്തിൽ ജനിച്ചോ അന്ന് മുതൽ ശാപമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിലുള്ള ദൈവം പറയുന്നു, യബേസ് തൻ്റെ സഹോദരന്മാരെക്കാളും മാന്യനായിരുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എല്ലാ കാര്യത്തിലും മാന്യനായിരിക്കുക. മറ്റുള്ളവർ എന്തു പറഞ്ഞോട്ടെ. ഇവിടെ കുടുംബത്തിലുള്ള മാതാവ് തന്നെ പറയുകയാണ്, യബേസ് വേദനയാണെന്ന്. നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെ, നിങ്ങൾ വേദനയാണ്, നിങ്ങൾ ശാപമാണ്, നിങ്ങൾ ഒരു വകയ്ക്കും കൊള്ളില്ല എന്ന് പറഞ്ഞോട്ടെ. പക്ഷേ നിങ്ങൾ മാന്യനായിരിക്കണം. യഹോവയുടെ മുൻപിൽ നിങ്ങൾ മാന്യനായിരിക്കണം. ആമേൻ. യഹോവയുടെ മുൻപിൽ മാന്യനായിരിക്കുമ്പോൾ ഇവിടെ താഴെ പറയുന്നു, യഹോവ യബേസിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. ആമേൻ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യഹോവ യബേസിനെ അനുഗ്രഹിച്ചു എന്ന്. അതുപോലെ തന്നെ യബേസ് മാന്യനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും ഇവിടെ മാതാവ് പറയുന്നു, അവൻ വേദനയാണ്. മാതാവിൻ്റെ വായിൽ നിന്നുള്ള വചനം അവൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്കെത്തി, അവരുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലെത്തി, ആ സമൂഹത്തിലെത്തി. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ പേര് വേദനയാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള, ഇപ്പോൾ ഭർത്താവായിരുന്ന ഭാര്യ മക്കളായിരുന്നാലും ആരെങ്കിലും, പ്രത്യേകിച്ച് മക്കൾ, മാതാപിതാക്കൾ പറയുന്നു ഇവൻ വേദനയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് വേദന എന്ന് ഒരു പേരിട്ട് കഴിഞ്ഞാൽ, നമ്മൾ വട്ടപ്പേരെന്ന് പറയല്ലേ, അങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആ പേര് കൊണ്ട് കളിയാക്കും. അന്നത്തെ സമൂഹം എന്ന് പറയുന്നത് മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഒരു ഭവനത്തിലും കയറി ചെല്ലുമ്പോൾ യവൻ വേദനയാണ്, നമ്മളുടെ ഭവനത്തിനും വേദന നൽകും, അതുകൊണ്ട് ആ യബേസിനെ കൈക്കൊള്ളുകയില്ല. കൂട്ടുകാരുടെ കളിക്കുവാൻ ചെല്ലുമ്പോൾ അവർ കൈക്കൊള്ളുകയില്ല, സമൂഹത്തിൽ കൈക്കൊള്ളുകയില്ല. വളരെയധികം വേദനയോടുകൂടെ മറ്റുള്ളവരാൽ തള്ളപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യബേസ്. ഇന്ന് കുടുംബത്തിൽ മറ്റ് അംഗങ്ങളാൽ തള്ളപ്പെട്ട് ജീവിക്കുന്ന അനേക വ്യക്തികളുണ്ട്, അനേക മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. കുടുംബത്തിൽ ഭർത്താക്കന്മാർ മാറി നിൽക്കുന്നു, ഭാര്യയും മക്കളും കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഭാര്യ മാറി നിൽക്കുന്നു, ഭർത്താവ് മക്കളും കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ മാത്രം, ഒരു കുട്ടിയെ മാത്രം കൂട്ടിച്ചേർത്തിരുന്നു, മറ്റു കുട്ടി മാറി നിൽക്കുന്നു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും, വേദന ഉണ്ടായിരിക്കും, മാറ്റി നിർത്തുന്ന അവസ്ഥ കുടുംബത്തിൽ നിന്നും. അപ്രകാരം നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ മാന്യനാകുന്നു. എപ്രകാരമാണ് മാന്യനാകുന്നത്? ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് പ്രാർത്ഥനയോടുള്ള ജീവിതം നയിക്കുന്ന മാന്യനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ വേദന വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ യബേസിന് വളരെയധികം വേദനയുണ്ടായി. എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്നും നീക്കി മാറ്റുന്നു, കുടുംബത്തിലെ ഒരു കാര്യങ്ങൾക്കും എന്നെ അടുപ്പിക്കുന്നില്ല, കുടുംബത്തിലെ ഒരു കാര്യങ്ങളും എന്നോട് പറയുന്നില്ല, കുടുംബത്തിലെ ഒരു കാര്യം എന്നോട് അവർ ആലോചിക്കുന്നില്ല. മാതാവ് എന്നെ മാറ്റി നിർത്തുന്നു, പിതാവിനെ കുറിച്ച് പറയുന്നില്ല, സഹോദരന്മാർ എന്നെ മാറ്റി നിർത്തുന്നു.
എൻ്റെ മറ്റു ബന്ധുക്കൾ മാറ്റി നിർത്തുന്നു, എന്നെ സമൂഹം മാറ്റി നിർത്തുന്നു, ഞാൻ സഭയിൽ ചെന്നാൽ മാറ്റി നിർത്തുന്നു, ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ യബേസിന് ഒരു വലിയ ബുദ്ധി തോന്നി. ആ ബുദ്ധി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, വേറെ ആരോടും പറഞ്ഞില്ല യബേസിന്റെ വേദന, വേറെ ആരോടും പറഞ്ഞില്ല യബേസിന്റെ വാക്കുകൾ, വേറെ ആരോടും പറഞ്ഞില്ല യബേസിന്റെ ആ ചിന്ത. യബേസ് യഹോവയോടാണ് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവത്തോടാണ് പറഞ്ഞത്, ജീവിക്കുന്ന ദൈവത്തോടാണ് പറഞ്ഞത്. എനിക്കിന്ന പ്രശ്നമുണ്ട്, എന്നെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു, മറ്റുള്ള ആർക്കും എന്നെ ഇഷ്ടമില്ല, ഞാൻ എന്തു ചെയ്തിരുന്നാലും കുടുംബത്തിൽ അനുഗ്രഹമായിട്ട് വരുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി യഹോവയോട് യബേസ് അടുത്തു ചെല്ലുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല വീഴ്ചകൾ സംഭവിച്ചിരിക്കും. ചിലപ്പോൾ മക്കൾ പഠിത്തത്തിൽ നിങ്ങളുടെ പരാജയം സംഭവിച്ചേക്കാം, ചിലപ്പോൾ കുടുംബസ്ഥന്മാർക്ക് നിങ്ങളുടെ വ്യാപാരത്തിൽ പരാജയം സംഭവിച്ചേക്കാം, കുടുംബിനിമാർക്കും പരാജയം സംഭവിച്ചേക്കാം. നിങ്ങളുടെ പരാജയം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം വരെ നിങ്ങളെ കൈവിട്ടുന്ന അവസ്ഥ. ഇനി അവനിൽ ഒരു പ്രതീക്ഷയുമില്ല, ഇനി ഈ മകളിൽ ഒരു പ്രതീക്ഷയുമില്ല. മക്കൾ പറയുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ മേൽ പ്രതീക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവിടെ യഹോവയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും. ആമേൻ. ഇവിടെ യഹോവയോട് എന്താണ് യബേസ് പ്രാർത്ഥിച്ചത് നമുക്ക് നോക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണം, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ്റെ അപേക്ഷ ദൈവം കേട്ടു. യഹോവയുടെ കൈ ഉണ്ടായിരിക്കണം, അനുഗ്രഹിക്കണം, അവൻ്റെ അതിർ വിസ്തീർണമാക്കണം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊന്നും അവനിലേക്ക് വന്ന് ഭവിക്കാതെ യഹോവയുടെ കൈ അവൻ്റെ മേലുണ്ടായിരിക്കണം എന്ന അപേക്ഷ ഇവിടെ യഹോവ കേട്ടു. അവൻ്റെ അപേക്ഷ മാനിച്ച് അവനെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ആയിരിക്കണം. ഇവിടെ യബേസ് പ്രാർത്ഥിച്ചില്ല എനിക്ക് വലിയ ധനം വേണം, മറ്റുള്ളവരുടെ എനിക്ക് നിവർന്ന് നിൽക്കുവാനുള്ള എനിക്ക് താലന്ത് വേണം, മറ്റുള്ളവർ എന്നെ പകയ്ക്കുന്നുണ്ട് അവരെ നിന്ദിക്കുവാനുള്ള ജീവിതം എനിക്ക് കൊണ്ട് തരണം എന്ന് യഹോവയോട് യബേസ് പ്രാർത്ഥിച്ചില്ല. നിന്റെ കരം എൻ്റെ മേലുണ്ടായിരിക്കണം, എൻ്റെ അതിർ വിസ്താരണമാക്കണം. അതിർ എന്ന് പറയുമ്പോൾ അവൻ്റെ സ്നേഹം, അവൻ്റെ സ്നേഹം, ദൈവിക സ്നേഹം അവന് ലഭിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് അവന് ലഭിക്കുവാനും അതുപോലെ തന്നെ അവൻ ദൈവിക സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അതിർ വിസ്താരണമാക്കണം. എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുവാനും അവനെ എല്ലാവരും അംഗീകരിച്ച് എല്ലാവരും ദൈവത്തെ പുകഴ്ത്തുമ്പോൾ അവനെയും കൂടെ ചേർത്ത് ആരാധനകൾ നടത്തി അവന് ദൈവത്തോട് അടുക്കുവാനും മറ്റുള്ളവരോട് അടുക്കുവാനുമുള്ള ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരിക്കണം എന്നതിനെ കുറിച്ച് യബേസ് ഇവിടെ പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ധനം വേണം, ഇന്ന കാര്യം വേണം, മറ്റുള്ളവരുടെ നമുക്ക് തല ഉയർത്തി ജീവിക്കണം എന്നതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ യബേസ് ഒരു നല്ല ബുദ്ധിയുള്ള ഒരു പ്രാർത്ഥന കൊണ്ടുവരികയാണ്. എന്നെ നീ അനുഗ്രഹിച്ചാൽ മതി, നിന്റെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നാൽ മതി. ഇവിടെ ശലോമോൻ ദൈവം ശലോമോൻ എടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ശലോമോൻ പറഞ്ഞു, എനിക്ക് നിന്റെ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഇവിടെ അത് തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം വേണം എന്ന പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു പേരുണ്ടായിരിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊരു പേരുമില്ല, ഒരു വിലയുമില്ല, ഒരു ബഹുമാനവുമില്ല. നിങ്ങളെ കുപ്പയെന്ന് എണ്ണി നിങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ ആരും സ്നേഹത്തോടെ നോക്കുന്നില്ല, സ്നേഹത്തോടെയുള്ളൊരു വാക്ക് പറയുന്നില്ല. മറ്റുള്ളവർ, നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം യവൻ ആ കുടുംബത്തിൽ വന്നുപെട്ടത് കുടുംബത്തിന് ശാപമാകുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് മാറ്റുവാൻ നിങ്ങൾ ആദ്യം മാന്യനായിരിക്കണം.
ഇവിടെ എബേസ് മാന്യനായിരുന്നു. അതുപോലെയുള്ള മാന്യമായിട്ടുള്ള ജീവിതം നയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും യഹോവയോട് പ്രാർത്ഥിക്കണം. എബേസിന് വേദന വന്നപ്പോൾ, എബേസിന് യാതന വന്നപ്പോൾ, മറ്റുള്ളവർ എബേസിനെ കളിയാക്കിയപ്പോൾ, നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ, എല്ലാവരുടെയും മുൻപിൽ ഇവിടെ എബേസ് പൊട്ടിക്കരഞ്ഞില്ല. എബേസ് എന്ത് ചെയ്തു? താൻ ഓടി, തൻ്റെ റൂമിലേക്ക് ഓടി, തൻ്റെ ജനലെല്ലാം അടച്ചു, തൻ്റെ വാതിലടച്ചു, താൻ മുട്ടുകുത്തി, തൻ്റെ ഹൃദയം തുറന്ന് യഹോവയോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന യഹോവ കേൾക്കുകയും എബേസിന് അനുഗ്രഹം നൽകുകയും ചെയ്തു. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കുടുംബം വരെ നമ്മളെ തള്ളിക്കളയുമ്പോൾ, നാം മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന പാത്രമായി നിൽക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മനുഷ്യനോട് നമ്മുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മുറിയിൽ വന്നിരുന്ന് നമ്മൾ ജനലെല്ലാം വാതിലും അടച്ച് നമ്മൾ മുട്ടുകുത്തി നമ്മുടെ മനസ്സ് തുറന്ന് യഹോവയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യഹോവയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആമേൻ. ഇവിടെ എബേസിന്റെ ജീവിതത്തിൽ യഹോവ അനുഗ്രഹം നൽകിയതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം നൽകും. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ യാചന നല്ല കൃത്യമായിരിക്കണം. കൃത്യമായിരിക്കണം എന്ന് പറയുമ്പോൾ എന്ത് യാചിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുകയാണ്. നമ്മൾ ചോദിക്കുന്ന കാര്യം, ദൈവമേ ഞാൻ ചോദിക്കുന്നതെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ച് എനിക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹം നൽകണമേ എന്ന യാചനയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ദൈവം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, എനിക്ക് തരേണ്ടത് ദൈവത്തിന്റെ പരിജ്ഞാനമാകുന്ന ദൈവസ്നേഹം തന്നെയാണ്. ശലോമോൻ ഞാൻ ചോദിച്ചതുപോലെ അപ്രകാരം നിൽക്കുകയാണെങ്കിൽ എബേസിന്റെ ജീവിതത്തിൽ വളരെ അധികം അതിർ വിസ്തീർണമാക്കി എബേസിനെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും നിങ്ങളെ ബഹുമാനിക്കുവാനും, എപ്പോഴും കുടുംബത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ നയിക്കുവാനും, എപ്പോഴും കുടുംബത്തിൽ നിങ്ങളെ നല്ല ഒരു വ്യക്തിയായിട്ട് കാണുവാനും, നിങ്ങൾ കുടുംബത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മാന്യതയോടുകൂടെ ആയിരിക്കുക. നിങ്ങൾ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുക. അപ്രകാരം ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റായ ജീവിതമെല്ലാം മാറിപ്പോകും. നിങ്ങൾ എബേസിനെ പോലെ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന അനുഭവം വരും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിന് നല്ലത് വരണം എന്ന് പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ കുടുംബത്തിന് ചെയ്തിരിക്കുന്നത് എല്ലാം ശാപമായി തീർന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ കുടുംബത്തിന് ചെയ്തിരിക്കുന്നത് എല്ലാം മോശകരമായി തീർന്നിട്ടുണ്ട്. ഇതുവരെയും കുടുംബത്തിന് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഈ നിമിഷം യഹോവയോട് നിങ്ങൾ പ്രാർത്ഥിച്ച് കുടുംബത്തിന്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യഹോവയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായിരിക്കും. ആമേൻ. ഇവിടെ അപ്രകാരം പറയുന്നു, നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ വെളിച്ചമാണ്. ഓരോ വ്യക്തികളുമാണ്. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും. എബേസിൻ്റെ ജീവിതം നാം വായിച്ചു. തൻ്റെ അമ്മ തന്നെ വേദനയോടുകൂടി ജനിപ്പിച്ചത് കൊണ്ട് എബേസിന് വേദന എന്ന് പേരിട്ടു. ഇന്ന് അപ്രകാരം നിങ്ങളെ ചൊല്ലി, നിങ്ങളുടെ ഭാവിയെ ചൊല്ലി, നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ പ്രവൃത്തിയെ ചൊല്ലി മറ്റുള്ളവർക്ക് വേദനയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ അത് അവരുടെ ചിന്തയായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കാം. ആദ്യം ചെയ്യേണ്ടത് ഞാൻ മാന്യനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അബ്രഹാമിനെ എന്തിന് ദൈവം വിളിച്ചു? അബ്രഹാമിനെ ദൈവം വിളിച്ചത് അബ്രഹാം മാന്യനായിരുന്നു. അബ്രഹാമിൻ്റെ അപ്പൻ എന്തു ചെയ്തുകൊണ്ടിരുന്നു? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ വിറ്റുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അബ്രഹാം അതിൽ മാന്യനായിരുന്നു. കാരണം എന്താണ്? വിഗ്രഹങ്ങൾ വിൽക്കുന്നത് മാന്യതയല്ല, എന്നാൽ മാന്യമായിട്ടുള്ള ധനം മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ. 5 രൂപയുടെ വിഗ്രഹത്തിന് 5 രൂപ മാത്രമേ വാങ്ങിയിരുന്നു. ചിലർ ആൾക്കാരെ കണ്ടെന്ന് 5, 6, 8, 10 രൂപ വർദ്ധിപ്പിക്കും. ഇവിടെ അബ്രഹാം മാന്യനായിരുന്നു. അതുകൊണ്ട് യഹോവ വിളിച്ചു അബ്രഹാമിന് മാന്യമായിട്ടുള്ള നല്ലൊരു കുടുംബം നൽകി. യാക്കോബ് എന്താണ്? യാക്കോബിന്റെ ജീവിതത്തിൽ നോക്കിയപ്പോൾ യാക്കോബ് ചില അപമാനീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. അപ്പൻ ചെയ്യുന്ന അനുഗ്രഹം അവൻ തെറ്റായ രീതിയിൽ എടുത്തു. ദൈവം പറഞ്ഞ് നിനക്കുള്ള അനുഗ്രഹം തന്നെയാണ്, അതിന് അനേകം അനുഭവിക്കുകയും യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച് മാന്യനായപ്പോൾ യാക്കോബിന്
നല്ല ഒരു കുടുംബജീവിതം നൽകിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ നോക്കി. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇയ്യോബ് മാന്യനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ടകന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവന് അനുഗ്രഹമേറിയ കുടുംബം നൽകി. അത് നഷ്ടപ്പെട്ടെങ്കിലും അതിൽ 10 മടങ്ങ് ദൈവം, അല്ലെങ്കിൽ അതിൻ്റെ മടങ്ങ് ദൈവം അനുഗ്രഹം നൽകി. മാന്യനായിരുന്നു. രണ്ടാമത്തെ കാര്യം, എന്ത് പ്രശ്നം വന്നിരുന്നാലും യഹോവയോട് പ്രാർത്ഥിക്കുക. യഹോവയോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള കുടുംബവും അനുഗ്രഹമേറിയ കുടുംബവും ദൈവം നമുക്ക് നൽകി തരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇവിടെ നമ്മൾ കണ്ടു വേദന എന്ന് വിളിക്കപ്പെടുന്ന ആ യബേസ് കുടുംബത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് വേദന എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പറയുന്നുവെങ്കിൽ, മക്കൾ മാതാപിതാക്കളെ പറയുന്നുവെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, യഹോവയോട് പ്രാർത്ഥിക്കുക. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അതിർ വിസ്തീർണമാർക്കും. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്രകാരം ജീവിക്കുകയാണെങ്കിൽ, മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ, യബേസിനെ യഹോവ അനുഗ്രഹിച്ച ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കും. അതുകൊണ്ട് നാം പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി ജീവിക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് കൂടെ നിങ്ങൾ നോക്കുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം മ്ലേച്ഛ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, 2 കാര്യങ്ങൾ ചിന്തിക്കുക. ഒന്ന്, യഹോവയോട് അടുക്കുവാനുള്ള ഒരു അവസരമാണ്. 2, കൂടുതലായിട്ട് മാന്യൻ ആകുവാനും അതുപോലെ തന്നെ ഞാൻ മാന്യനാകുന്നു എന്ന് ശോധന ചെയ്യേണ്ട ഒരു അവസരമാണ്. മറ്റുള്ളവർ വെറുതെ നിങ്ങളെ പറയില്ല. ഒന്നുകിൽ വേറൊരു വ്യക്തി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഏത് കാര്യത്തിലും മാന്യ രീതിയിൽ ആയിരിക്കുവാൻ ശ്രമിക്കുക, ബേസിനെ പോലെ. രണ്ടാമത്, എന്ത് കാര്യമുണ്ടോ യഹോവയോട് തുറന്നു പറയാൻ ശ്രമിക്കുക. യഹോവയോട് തുറന്നു പറയാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കും. ബേസിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ വേദനകളും പ്രയാസങ്ങളും നിന്നയും എല്ലാവിധമായിട്ടുള്ള കൂമ്പാരമായി വന്നപ്പോൾ, അത് അവനെ മുക്കിക്കളയുവാൻ ശ്രമിച്ചപ്പോൾ, യബേസ് അവിടെ ഇസ്രായേലിന്റെ ജീവിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുകയും ചെയ്തപ്പോൾ അവന്റെ കുടുംബത്തിൽ അവന് വലിയ പേര് വന്നതുപോലെ തീർച്ചയായിട്ടും നമ്മൾ മാന്യനായി ജീവിച്ച് യഹോവയോട് പ്രാർത്ഥിച്ച് യഹോവയുടെ വചനപ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനിടയിൽ, അതിൽ നിന്നും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് വലിയ മാന്യത ഉണ്ടാകും. ആമേൻ. അതുതന്നെയാണ് യഹോവ ഇന്ന് നമ്മോട് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ യബേസിന്റെ വേദനയാകുന്ന പേര് അനുഗ്രഹമായതുപോലെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നാം വേദനയെങ്കിൽ അനുഗ്രഹമാകുവാൻ യഹോവയോട് പ്രാർത്ഥിക്കുക, മാന്യനായിരിക്കുക. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അടിയങ്ങളിത് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. യബേസ് വേദനയോടുകൂടെ അവനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് വേദനയായിട്ട് തള്ളിക്കളഞ്ഞപ്പോൾ അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, മാന്യനായിരുന്നു. അതുപോലെ നാം ഓരോ വ്യക്തികളും, ഭർത്താവായിരുന്നാലും ഭാര്യയായിരുന്നാലും മക്കളായിരുന്നാലും, മാന്യതയോടുകൂടി യഹോവയോട് പ്രാർത്ഥിച്ച് യബേസിന് അനുഗ്രഹം ലഭിച്ചതുപോലെ നമുക്ക് ലഭിക്കാനുള്ള അവസരം ഒരുക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.